ഉള്ളടോ. അപ്പോൾ എന്താണെന്നല്ല മക്കളെ കണ്ടോക്കിയാൽ നമ്മളെ കോളിഫ്ലവർ ഇല്ലേ, കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് കഴുകി വെച്ച സാധനമായിട്ടത് നന്നായിട്ട് ഊറ്റിയത് വെച്ച സാധനമാണ്. പിന്നെ അതിലേക്ക് കുറച്ച് റവയും കുറച്ച് നമ്മളെ മൈദല്ലേ മൈദപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ചിക്കൻ മസാല ആ ചിക്കൻ മസാലയും പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അത് കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, എന്നാലേ കളർ കിട്ടുള്ളൂ, അല്ല കളറൊന്നും പോയി ചേർക്കില്ല ഞങ്ങൾ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അല്ല കുറച്ച് ചതച്ചതാണ്, പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നാരങ്ങാനീരും കുറച്ച് വെള്ളം കൂടി ചേർത്തത് നന്നായിട്ട് കുഴക്കട്ടെ വന്ന് ആ കുഴയത്തിലാണ് നമുക്ക് എല്ലാം ഉള്ളത്. ആ കുഴച്ചിട്ട് എന്ത് ചെയ്യുക, ഫ്രീസറിലാട്ടോ ഞാൻ വെച്ചത് മക്കളെ. ഫ്രീസറിൽ നിന്ന് ഞാൻ അടുത്ത് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാട്ടോ ഈ ക്ലിപ്പ്. കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടുള്ള എണ്ണയിട്ട് പൊരിക്കുമ്പോൾ പിന്നെ അറിയില്ല ഏത് എണ്ണ വേണമെങ്കിലും എടുത്ത് പൊരിക്കുക, പക്ഷേ വെളിച്ചെണ്ണ നടക്കില്ലിട്ട് മക്കളെ, അമ്മാതിരി വിലയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഏതെങ്കിലും എണ്ണ എടുത്ത് പൊരിക്കുക, നന്നായിട്ട് ചൂടുള്ള എണ്ണയ്ക്ക് തന്നെ ഇടണം കേട്ടോ, എന്നാലേ ക്രിസ്പായിട്ട് വരുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേപ്പിൻ്റെയും മുളകൊക്കെ കിരട്ടി എണ്ണയ്ക്ക് തന്നെ കേട്ടോ. പിന്നെ ഞാൻ അത്രക്ക് കണ്ട് ഓവറാവുന്നൊന്നുമില്ല, പക്ഷേ അപ്പം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിനൊരു ക്രിസ്മസ് നിങ്ങൾ കണ്ടോക്കി മക്കൾ, സൂപ്പറായിരുന്നു. തമാശ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ പുറത്തുനിന്ന് പല എണ്ണയിലോട്ട് കഴിക്കണേക്കാൾ നല്ല ഇങ്ങനെയല്ല, അതിട്ട് നമ്മൾ കഴിക്കേണ്ടതല്ല, ഞാനും കഴിക്കാമല്ലോ കേട്ടോ പുറത്തുനിന്നൊക്കെ, എന്തിപ്പം എന്നാണ് അറിയണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, സൂപ്പർ സാധനമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ, ബൈ.